ഈയിടെ വളരെ കോമൺ ആയിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടുവരുന്ന ഒരു സീരീസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ പല സ്ഥലങ്ങളിലുള്ള നാർസിസ്റ്റുകളെ തിരിച്ചറിയാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന വീഡിയോകൾ. അതിൽ ചില വീഡിയോസ് നിങ്ങളുടെ ജോലി സ്ഥലത്തെ ബോസായിട്ടുള്ള നാർസിസ്റ്റിനെ തിരിച്ചറിയാം, നിങ്ങളുടെ ചങ്ങാത്തത്തിലെ ആ നാർസിസ്റ്റ് ആയിട്ടുള്ള ചങ്ങാതികളെ തിരിച്ചറിയാം, നിങ്ങളുടെ വീട്ടിലെ നാർസിസ്റ്റുകൾ, അതായത് അച്ഛൻ, അമ്മ, ഭാര്യ, അനിയത്തി, ചേട്ടൻ മുതലായിട്ടുള്ള അവരിലൊക്കെയുള്ള നാർസിസ്റ്റുകളെ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് വീഡിയോസ്. അതെ, ഒരുപാട് വീഡിയോസ്. ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ അവതരിപ്പിക്കുന്നത് ഒരു എക്സ്ട്രീമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അതായത് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഈ കാണുന്നതുണ്ടെങ്കിൽ നാർസിസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അങ്ങനെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാർക്കെതിരെ വളരെ വലിയ തരത്തിലുള്ള ഒരു സ്റ്റിഗ്മ ഉണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നാർസിസ്റ്റിക് സ്വഭാവം കാണിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്രൈറ്റ്സ് കാണിക്കുന്ന ആൾക്കാരിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാവുന്ന ആൾക്കാരിലും എപ്പോഴും നമുക്ക് നാർസിസം എന്ന് പറയുന്നിട്ടുള്ള സ്വഭാവ സവിശേഷതയെല്ലാം കാണാൻ സാധിക്കുക. അവ കൂടുതൽ കാണാൻ സാധിക്കുമെങ്കിലും അവരും എമ്പതിയോട് കൂടിയിട്ടും അതുപോലത്തെ സഹാനുഭൂതിയോടും സ്നേഹത്തോടും കരുതലോടും കൂടിയിട്ടൊക്കെയും പെരുമാറുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോസിൽ ഇത്രത്തോളം തീവ്രമായിട്ടുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തുന്നത് കൊണ്ട് എപ്പോഴും അങ്ങനെയുള്ള ഒരു ലേബലിങ്ങിലോട്ട്, സ്റ്റിഗ്മയിലോട്ട് ഇത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നാർസിസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വിളിക്കാൻ എല്ലാവരെയും നോർമലൈസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസാണിത്. ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെ വീഡിയോസ് അവതരിപ്പിക്കുന്നവർ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് യോഗ്യതയില്ലാത്തവരാണ്. ഇതും ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസ് ചെയ്യാവുന്ന മാനസികാരോഗ്യ അല്ലെങ്കിൽ മാനസിക രോഗാവസ്ഥയാണ്. നാർസിസ്റ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് പല ആൾക്കാരിലും നമുക്ക് കാണാവുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. എല്ലാ ആൾക്കാരിലും ചെറിയ തോതിലൊക്കെ ഒരു നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് കാണാം. അതൊരു പരിധി വരെ അവരെ കോൺഫിഡൻസിനും ജീവിതത്തിൽ അസേർട്ടീവായി അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനൊക്കെ അവരെ സഹായിക്കുന്ന ഒരു ഗുണമായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ പല ആൾക്കാരും അവതരിപ്പിക്കുന്ന ഈ വീഡിയോകളിൽ ഈ കാര്യങ്ങൾ അത് അവതരിപ്പിക്കാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധനാണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കാണുന്നതാണ് പല സൈക്കോളജിസ്റ്റുകൾ, ചില സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ, സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കേറ്റ്സുകൾ മുതലായിട്ടുള്ള പല ആൾക്കാരും ഈ മേഖലയിലോട്ട് കടന്നു വന്ന് മറ്റുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് വ്യൂസ് കിട്ടുമെന്ന് മനസ്സിലാക്കുമ്പോൾ, മറ്റുള്ള ആൾക്കാർ കൂടുതൽ കാണുമെന്ന് മനസ്സിലാക്കുമ്പോൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സൈക്കോളജിസ്റ്റുകളുടെയും സോഷ്യൽ മീഡിയ അഡ്വക്കേറ്റ്സിൻ്റെയും ഒക്കെ ചാനൽ കാണാമെന്ന് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള നാർസിസ്റ്റിനെ തിരിച്ചറിയാനായിട്ടുള്ള വീഡിയോസാണ്. നമ്മളൊക്കെ പണ്ട് ടി വിയിൽ സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പോഴും കാണുന്നതായിരിക്കും സീരീസുകൾ, മെഗാ സീരിയലൊക്കെ. അതുപോലെയാണ് പല ആൾക്കാരുടെ യൂട്യൂബ് ചാനലിലും മെഗാ സീരിയൽ കണക്കെയാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വീഡിയോസ് വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു ശ്രമമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള അപാകത തിരിച്ചറിയുക. ഇത്രത്തോളം ഒരു എക്സ്ട്രീമിസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആരോഗ്യപരമായിട്ടുള്ളതല്ല. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുന്ന ആൾക്കാരിലും അവരുടേതായിട്ടുള്ള പ്രത്യേക നന്മകളും സ്വഭാവ സവിശേഷതകളും നല്ല രീതികളും ഒക്കെയുണ്ട്. നമ്മളെല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിച്ച് നാർസിസ്റ്റ് എന്നൊക്കെ പറയുന്നത് തീർത്തും വളർച്ചയില്ലാത്ത തരത്തിലുള്ള ഒരു മനോഭാവമാണ്. അങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ദയവേത് അതിൽ നിന്ന് പിന്മാറുക. നിങ്ങൾക്ക് അതിനുള്ള വേണ്ടുന്ന ക്വാളിഫിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. നന്ദി.